السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله. الحمد لله. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മഖ്ദൂമിയ ദഅവ കോളേജിന്റെ മുറ്റത്ത് ഇത്തരം ഒരു ഇഹ്യാ ഉൽ ലൈൽ ആരാധനകൾ കൊണ്ട്, ആത്മീയ ഉപദേശം കൊണ്ട് ഒരു രാത്രിയെ ജീവിപ്പിക്കാൻ പദ്ധതിയിടുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനും അവന്റെ പ്രീതിക്കും അള്ളാഹുവിലേക്ക് ഒരുപാട് ആളുകൾക്ക് അടുക്കാൻ ഒരവസരം സൃഷ്ടിക്കാനും മാത്രമാണ്. മറ്റേതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ ഉദ്ദേശങ്ങളോ ഇതിന്റെ സംഘാടകരായ ഒരാൾക്ക് പോലും ഇല്ല എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിലെയും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല ആത്മീയ വേദികളിലും നേതൃത്വം കൊടുക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ സാരഥികളും ഭാരവാഹികളും. അപ്പോൾ നമ്മുടെ നാട്ടിലും പരിശുദ്ധമായ റമദാനിൽ ഇത്തരം ഒരു വേദി ഉണ്ടാകണം. പരിശുദ്ധമായ റമദാനിലെ പുണ്യരാത്രിയിൽ അള്ളാഹുവിലേക്ക് ചേരാനും മഹാന്മാരായ പണ്ഡിതന്മാരുടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളായ സയ്യിദുമാരുടെയും സ്വാലിഹീങ്ങളുടെ കൂടെ സഹവസിച്ചുകൊണ്ട് അവരുടെ ദുആയിൽ പങ്കെടുത്തുകൊണ്ട് അവരുമായി ഒരുമിച്ചുകൂടി ഒരു നല്ല മജ്ലിസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ സദസ്സ് ഒരുക്കിയിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു താല്പര്യങ്ങളും നമ്മുടെ ഈ സംഘാടനത്തിന് പിന്നിൽ ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ സദസ്സിനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം സഹോദരങ്ങൾ, ഒരുപക്ഷെ ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ അറബേതര രാജ്യങ്ങളിൽ ഈ പരിപാടി കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ നാട്ടുകാരായ പ്രവാസി സഹോദരങ്ങൾ നാട്ടിൽ വന്ന് വേദിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട്, വിദേശ രാജ്യങ്ങളിലായതുകൊണ്ട് അവർ ലൈവായി ഈ വേദിയുടെ ശബ്ദവും ദൃശ്യവും സൗദി അറേബ്യയിലും UAE-യിലും തുടങ്ങിയുള്ള അറബ് രാജ്യങ്ങളിലും മറ്റു രാഷ്ട്രങ്ങളിലും ഇരുന്ന് ഈ സദസ്സിനോട് പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം ഒരുപാട് സഹോദരങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വിളിച്ചറിയിക്കുകയും ഇതിനു വേണ്ട ഒത്താശകൾ ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ദുബൈയിലെ മഖ്ദൂമിയ സ്ഥാപനത്തിന്റെ പ്രവർത്തകരായ സഹോദരങ്ങൾ ഇന്നത്തെ നോമ്പുതുറയിലേക്ക് 30,000 രൂപ നമുക്ക് എത്തിച്ചു തരികയും ഹാഷിം എന്ന സഹോദരന്റെ കെയർ ഓഫിൽ മറ്റൊരു 10,000-ൽ ചില്ലാനും രൂപ ഇന്നത്തെ നോമ്പുതുറയുടെ സദസ്സിലേക്ക് പ്രത്യേകമായി എത്തിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഖൽബുകൊണ്ട് ഈ പരിപാടിയോട് ചേർന്നു നിൽക്കുന്നത്, മനസ്സുകൊണ്ട് നമ്മോട് ചേർന്നു നിൽക്കുന്നത്
അള്ളാഹുവിന്റെ വജ്ഹിനു വേണ്ടി ആയതുകൊണ്ടാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി ഈ റമദാൻ മാസത്തിൽ നിങ്ങൾക്കുണ്ട്. ഫൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലൈലത്തുൽ ഖദർ, പ്രതീക്ഷയുള്ള രാവുകളിൽ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കുകയും കൂടുതലായി ചൊല്ലുകയും ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വളരെയേറെ പ്രതീക്ഷയും പ്രത്യാശയുമുള്ള രാത്രിയിൽ നമുക്ക് ഒരുപാട് സ്വാലിഹീങ്ങളോടൊപ്പം ഉണ്ടാവുക. അപ്പോൾ ചില ആളുകൾ ആലോചിച്ചേക്കാം, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പള്ളിയിൽ നിന്ന് അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്താൽ പോരെ, അത് ആരാധനയുടെ ഒരു രീതിയാണ്. എന്നാൽ പാപസുരക്ഷിതരായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകരാണ്, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണ്. സബ്സെ അഅ്ലാ വ ഔലാ ഹമാരാ നബി, സബ്സെ അഅ്ലാ വ അഗ്ലാ ഹമാരാ നബി, എല്ലാ സൃഷ്ടികളെക്കാളും ഉന്നതരായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടാൻ നേരം ഒരു സ്ഥാനത്തിന്റെയും കുറവില്ലാത്ത നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ലോകത്ത് പടച്ചതിൽ ഏറ്റവും ഉന്നതരായ സൃഷ്ടിയാണ്. ആ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ശിഷ്യനായ പിൽക്കാലത്ത് 2ാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ലാ തൻസനി യാ ഉഖയ്യ ഫീ ദുആഇക, അല്ലയോ പ്രിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബേ, എന്റെ കൊച്ചു കൂട്ടുകാരാ, എന്നെ ദുആയിൽ മറക്കാൻ പാടില്ല, എന്നെ ദുആയിൽ മറന്നു പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ശിഷ്യനോട് പരിശുദ്ധമായ ഉംറയ്ക്ക് പുറപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അവസരം കിട്ടാത്ത മഹാനാണ് യമനിലെ ഖറൻ ഗോത്രത്തിലെ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബികളോട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും വിശ്വാസപൂർവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്ത മഹാന്മാരായ സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സ്വഹാബികളെ, നിങ്ങൾ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ കാണണം, കണ്ടിട്ട് നിങ്ങൾ ദുആ ചെയ്യിക്കണം. അപ്പോൾ മഹാനായ സയ്യിദുനാ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ദുആ ചെയ്യിക്കണമെന്ന് മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ അമ്പിയാക്കളുടെയും ഇമാമുകളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ രീതിയാണ് സജ്ജനങ്ങളെ കൊണ്ട് ദുആ ചെയ്യിക്കുകയും അവരോടൊപ്പം ഒരുമിച്ചുകൂടി ദുആ ചെയ്യുകയും അവരുടെ സദസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്യുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ ജീവിതം ഇഷ്ടപ്പെടാനുള്ള കാരണം 3 കാര്യങ്ങളാണ്. അതിൽ ഒരു കാര്യം മുജാലസത്തുസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം ഇരിക്കുക എന്നതാണ്, സജ്ജനങ്ങളോടൊപ്പം ഉണ്ടാവുക എന്നതാണ്. സജ്ജനങ്ങളോടുള്ള സഹവാസമാണ് ഈ ലോകത്തിന്റെ ജീവിതത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് സത്യത്തിന്റെയും തൗഹീദിന്റെയും
നേതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇതുപോലെയാണ് മഹാന്മാരെല്ലാം, സ്വഹാബികൾ മുഴുവനും പരസ്പരം ദുആ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ജീവിതത്തിന്റെ വഴികൾ മുഴുവനും മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, സജ്ജനങ്ങളുടെയും പണ്ഡിതന്മാരുടെയും കൂടെ ഇരുന്ന് ആത്മീയമായ ഈ വേദിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും നമ്മൾ ഒരുമിച്ച് നമ്മുടെ പാപമോക്ഷത്തിന് വേണ്ടിയും സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയും നരകമോചനത്തിന് വേണ്ടിയും ദുആ ചെയ്യുക. അതിനുവേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, മഹാനായ നമ്മുടെ ശൈഖുന ഹൈദറൂസ് ഉസ്താദ് അവറുകളും നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഹംസ അഹ്സനി ആട്ടീരി ഉസ്താദ് അവറുകളും നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ വിഴിഞ്ഞം അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്ന അത്തരം ഗുണങ്ങളെയും മഹാത്മ്യങ്ങളെയും നേടാനും അറിയാനും ഈ ഒരു രാത്രി മുഴുവനും മഹാന്മാരായ സയ്യിദുമാരുടെയും സ്വാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ അള്ളാഹുവിലേക്ക് ചേരാനുള്ള പവിത്രമായ സദസ്സിലാണ് പ്രിയപ്പെട്ടവരെ നാം ഉള്ളത്. ഈ ഇരുത്തം വെറുതെയല്ല, ഈ ഉറക്കൊഴിക്കുന്നത് വെറുതെയല്ല. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? 40 കൊല്ലം ഇശാ ആദ്യത്തെ സമയത്ത് നിസ്കരിച്ച് അതേ വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിച്ച മഹാനാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെയാണ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെയാണ് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. മഹാന്മാരായ ആലിമീങ്ങൾ മുഴുവനും അവരുടെ രാവുകൾ അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥനയുടെയും ഇബാദത്തിന്റെയും രാത്രികളായിരുന്നു. അവരുടെ മുഴുവനും മനസ്സുകൾ അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കുകയാണ്. വേറെ ജോലിയില്ലാത്ത ആളുകളല്ല, വലിയ വലിയ ജോലികളും ഉത്തരവാദിത്വങ്ങളും കുടുംബ ബാധ്യതകളും പ്രാരാബ്ദങ്ങളും ഒക്കെയുള്ളവരായിരുന്നു മഹാന്മാർ. അതിന്റെ ഇടയിൽ പരിശുദ്ധമായ ദീനിന്റെ പ്രചരണവും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള വിജ്ഞാന പ്രസരണവും എല്ലാം നടത്തിയതിനിടയിൽ അവർ അവരുടെ ഇബാദത്തുകളെ മറന്നിരുന്നില്ല. ഒരു മനുഷ്യൻ അവനെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കുകയും പടച്ചവനെ ഓർത്ത് കരയുകയും ചെയ്യുന്നവൻ ബുദ്ധിമാനാണ്. മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ? ഒരു ദിവസം ഇമാമ് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന സൂറത്ത് ഓതിയിട്ട് ഇശാ നിസ്കരിക്കുകയാണ്. ആ ഇശാ നിസ്കാരത്തിന്റെ ഇമാം അങ്ങ് പിരിഞ്ഞു പോയപ്പോൾ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ദാടിക്ക് പിടിച്ചുകൊണ്ടിരുന്ന് കരയുകയാണ്. എന്നിട്ട് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഖാമത്തുൽ ഹുജ്ജ എന്ന ഗ്രന്ഥത്തിൽ അബ്ദുൽ ഹയ്യിൽ ലഖ്നവി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇമാമുൻ സുയൂത്തി നിവേദനം ചെയ്യുന്നു. മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് കരയുകയാണ്. യാ മൻ യജ്സി മിസ്ഖാല ദർറത്തിൻ ഖൈറൻ ഖൈറാ, അല്ലാഹുവേ നന്മയ്ക്ക് നന്മ പ്രതിഫലം നൽകുന്ന അല്ലാഹ്. യാ മൻ യജ്സി മിസ്ഖാല ദർറത്തിൻ ശർറൻ ശർറാ, അവിടുന്ന് തെറ്റുകൾ വന്നുപോയാൽ ശിക്ഷ നൽകുന്ന അല്ലാഹ്. അജ്റ നുഅമാന മിനന്നാർ. ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ കആയാതി സബൂരി അലാ സഹീഫ. അള്ളാഹുവിന്റെ മഹാന്മാരായ ദീനിന്റെ പണ്ഡിതന്മാരിൽ അവിടുന്ന് വേദങ്ങൾക്ക് ഏടുകളെക്കാൾ എത്ര മഹത്വമുണ്ടോ അതുപോലെ പണ്ഡിതന്മാരുടെ മഹത്വമുള്ള മഹാനാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അവിടുത്തെ രാവുകൾ മുഴുവനും ആരാധനയുടെ സാധനയുടെ ഇബാദത്തിന്റെ നിഷ്ഠയുടെ രാവുകളാണ്. അവിടുത്തെ പകലുകൾ മുഴുവനും വിജ്ഞാന സമ്പാദനത്തിൻ്റെതും പ്രചരണത്തിൻ്റെതുമാണ്.
ലയാലു അബീ ഹനീഫത ലിൽ ഇബാദാ വലൈലു അബീ ഹനീഫത ലിൽ ഇബാദാ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പകലുകൾ വൈജ്ഞാനിക സേവനത്തിന്റെ പകലുകളാണ്. ലോകമാകമാനമുള്ള വൈജ്ഞാനിക സ്രോതസ്സുകൾ അതിന്റെ പ്രമാണങ്ങളെ അന്വേഷിച്ച് ഇമാമുൽ അഅ്ലം തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. രാത്രിയാകുമ്പോൾ മുഴുവനും നിന്ന് നിസ്കരിക്കുകയാണ്. അവിടുന്ന് റമളാനിൽ ഒരു ദിവസം 2 ഖത്മ് തീർത്ത മഹാനാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനായ അബ്ദുൽ ഹയ്യുൽ ലഖ്നവി ഇഖാമത്തുൽ ഹുജ്ജയിൽ ഈ വിഷയം എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ മനാഖിബു അബീ ഹനീഫയിൽ എഴുതുന്നുണ്ട്, അഖ്ബാറു അബീ ഹനീഫയിൽ കാണുന്നുണ്ട്, 100 കണക്കിന് രചനകളിൽ കാണാം. അവിടുന്ന് 2 ഖത്മ് തീർത്ത മഹാനാണ് ഇമാം അബൂ ഹനീഫ. നുഅ്മാൻ ഇബ്നു സാബിത്തായ എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ശിക്ഷയിൽ പെടുത്തല്ലേ അല്ലാഹ്. ഇമാമുൽ അഅ്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ എണ്ണി പറയാനുള്ള നിസ്കാരങ്ങളില്ല, ആരാധനകളുടെ ഭാണ്ഡങ്ങളില്ല, വിവരത്തിന്റെ ലോകമില്ല. അവിടുന്ന് ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാഠമാക്കിയ മഹാനാണ് ഇമാം അബൂ ഹനീഫ. ഇമാമുന ശാഫിഈ തങ്ങൾ അങ്ങനെയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണ്? സഹീഹുൽ ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമാണ്. ആ ബുഖാരി ഇമാം തങ്ങൾ ഒരു ദിവസം 40 ജുസ് ആണ് റമളാൻ മാസത്തിൽ ഓതുക എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ ഓരോരുത്തരെയും ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാരെ മുഴുവനും ആത്മീയതയുടെ ഗിരിശൃംഗത്തിൽ നിന്ന് അമരമായ വിലാസം നേടിയവരാണ്, അവസാനിക്കാത്ത അംഗീകാരം നേടിയവരാണ്. ഇന്നലകളിലെ രാജാക്കളുടെ പേര് കാണാനില്ല, ഇന്നലകളിലെ ഭരണാധികാരികളുടെ പേര് അറിയാനില്ല, ഇന്നലകളിലെ പണ്ഡിതന്മാരുടെ പേര് മറക്കാൻ കഴിയുന്നില്ല. 1000 കൊല്ലം മുമ്പ് ജീവിച്ചവരല്ലേ 4 മദ്ഹബിന്റെ ഇമാമുകൾ, 1000 കൊല്ലം മുമ്പ് ജീവിച്ചവരല്ലേ 6 ഹദീസിന്റെ ഇമാമുകൾ, 1000 കൊല്ലം മുമ്പ് ജീവിച്ചവരല്ലേ സുഫിയാൻ ഇബ്നു ഉയൈന, സുഫിയാനു സൗരി. അവരെല്ലാം 1000 കൊല്ലം മുമ്പ് ജീവിച്ചവരാണ്. അവരുടെ ഫോട്ടോ ഇല്ല, പ്രതിമയില്ല, പ്രതിഷ്ഠയില്ല, ചിത്രമില്ല, ചിത്രീകരണമില്ല. പക്ഷേ വിശ്വാസി ലോകത്തിന്റെ മാനസങ്ങളിൽ അവർ അവസാനിച്ചിട്ടില്ല. അവരുടെ വിലാസം തീരൂല. അതാണ് വിജ്ഞാനത്തിന്റെ സ്ഥാനം, അതാണ് ഇൽമിന്റെ പദവി. അവർക്ക് നാണയത്തിൽ മുദ്രിതമായ ചിത്രം വേണ്ട, തെരുവിൽ ഉയർത്തപ്പെട്ട പ്രതിമ വേണ്ട, പാഠപുസ്തകത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ഫോട്ടോ വേണ്ട. അവര് ഹൃദയാന്തരങ്ങളിൽ പ്രതിഷ്ഠ നേടിയ മഹാന്മാരാണ്. അവരന്തരാളങ്ങളിൽ അംഗീകാരം നേടിയ ഉന്നതന്മാരാണ്. കാരണം എന്തേ? അവരുടെ വിലാസം മുഴുവനും മദീനായുടെ മണൽപ്പരപ്പിൽ നിന്ന് ലോക ഗുരുവിനോട് ആത്മാവ് കൊണ്ട് ബന്ധപ്പെട്ടവരാണ്. സറാപ്പാ ചമൻ ഹേ ദിയാറേ മദീന ദവാമാശിനാ ഹേ ബഹാറേ മദീന. മദീനയുടെ അമരമായ വിലാസം നേടിയ ഉന്നതന്മാരാണ്. അവരുടെ വിലാസം അവസാനിക്കുന്നില്ല. അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിടുത്തെ മിടുത്തെ കാമുഹോ ഹി ജായേഗാ, മായ്ക്കാൻ ശ്രമിക്കും തോറും, ഇല്ലാതാക്കാൻ ശ്രമിക്കും തോറും വിലാസങ്ങൾ ഉയർന്നു വരുന്നവരാണ് മഹാന്മാർ. അവരുടെ വിലാസങ്ങൾ മായ്ക്കാൻ ശ്രമിക്കും തോറും ഉയരുകയാണ്, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും തോറും വളരുകയാണ്. അതാണ് മഹാന്മാരായ ഇമാമുകൾ. അതുകൊണ്ട് ഈ രാത്രി നരകമോചനത്തിന് പ്രാർത്ഥിക്കാനുള്ള രാത്രിയാണ്, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി അള്ളാഹുവോട് തേടാനുള്ള രാത്രിയാണ്. ഇൻഷാ അല്ലാഹ് അവസരം കിട്ടുമ്പോൾ പിന്നീട് നമുക്ക് സംസാരിക്കാം. ഇവിടെ മഹാന്മാരായ ഉസ്താദുമാരുണ്ട്, ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാരുണ്ട്, സാദാത്തുക്കൾ നമ്മുടെ വേദിയിലേക്ക് എത്തുന്നുണ്ട്. മഹാന്മാരായ വിദേശത്ത് നിന്നടക്കമുള്ള പണ്ഡിതന്മാർ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങളെ ഈ സദസ്സിലേക്ക് വിളിച്ചത് ഒരു പാർട്ടി പറയാനല്ല, വളർത്താനല്ല. നിങ്ങളെ ഇവിടേക്ക് വിളിച്ചത് ഭൗതികമായ താല്പര്യത്തിനല്ല. ഇവിടേക്ക് വിളിച്ചത് ഒരു രാത്രി ഒരുമിച്ചിരുന്ന് കരയാനാണ്, ഒരു രാത്രി ഒരുമിച്ചിരുന്ന് പടച്ചവനോട് ഇരക്കാനാണ്, ഒരു രാത്രി ഒരുമിച്ചിരുന്ന് ദിക്ർ ചെല്ലാനാണ്,
ഒരു രാത്രി ഒരുമിച്ചിരുന്ന് സ്വലാത്ത് ചെല്ലാനാണ്. മദീനയുടെ പുണ്യവാളന്റെ വസന്തഘോഷമണിയുന്ന മണൽ പരപ്പിലേക്ക് ഹൃദയാന്തരത്തിൽ നിന്ന് സ്വലാത്തിന്റെ രാഗവീചികളെ പറഞ്ഞു വിട്ട് അവിടുന്ന് സ്വീകാര്യതയുടെ ചുടുചുംബനങ്ങളെ വാങ്ങാനാണ്. അതിനു വേണ്ടിയാണ് ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവിലേക്ക് ദുആ ചെയ്യാനുള്ള രാത്രി, പടച്ചവനിലേക്ക് ചേരാനുള്ള രാത്രി. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്ലിസിലേക്ക് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരെ ആരെയും നീ നിരാശപ്പെടുത്തരുത് റഹ്മാനേ. അവരെ ആരെയും നീ പരാജയപ്പെടുത്തരുത് റഹ്മാനേ. ഇൻഷാ അല്ലാഹ് മഹാനായ സയ്യിദ് അവർകൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. നിങ്ങളോട് 2 മിനിറ്റ് കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മഖ്ദൂമിയ ദഅവാ കോളേജ് കൊല്ലം ഖാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ഒരു ശാഖയായി ഇവിടെ പ്രവർത്തിക്കുകയാണ്. SSLC കഴിഞ്ഞ കുട്ടികൾക്ക് +1, +2, ഡിഗ്രി, BA ഓർ BCom ഓർ BBA വരെയുള്ള ഭൗതിക കോഴ്സുകളും തത്തുല്യമായ മതവിദ്യാഭ്യാസവും സൗജന്യമായി നൽകുന്ന സ്ഥാപനമാണ് നമ്മുടേത്. 240ഓളം വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് ഈ ക്യാമ്പസിൽ താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഭക്ഷണം, താമസം, വിദ്യാഭ്യാസം എല്ലാം സ്ഥാപനമാണ് നൽകുന്നത്. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരുപാട് നല്ലവരായ ജനങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് മുഴുവനും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു മാസം 5 ലക്ഷം രൂപ ഈ ക്യാമ്പസ് മുന്നോട്ട് പോകാൻ വേണം. 1 രൂപയുടെ പോലും വരുമാന സ്രോതസ്സുകൾ നമുക്കില്ല. ഇപ്പോഴും ഇവിടെ ഒരുപാട് പരിമിതികൾ. നമ്മുടെ കുട്ടികൾക്ക് മതിയായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമോ വേണ്ട വിധത്തിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളോ ഇതുവരെ ആയിട്ടില്ല. ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 23 രാവിൽ നിങ്ങളിൽ പല ആളുകളും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നിങ്ങൾ ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ വർഷം ഇല്ലാത്ത 2 കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പുറത്തെ ഗ്രൗണ്ടിൽ നമ്മൾ 10-40 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഒരു ബിൽഡിംഗ് അടുത്ത മാസം ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഈ ഗ്രൗണ്ടിൽ ഭാഗികമായി മാത്രം പണി കഴിഞ്ഞിരുന്ന ബിൽഡിംഗ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയും സഹകരണവും ഉണ്ടാകണം. ഈ സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ ഇപ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ പോസ്റ്റ് ഗ്രാജുവേഷനും മതപരമായ ഉപരിപഠനവും നേടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല 2 വിദ്യാഭ്യാസവും കാലത്തിന്റെ സ്വരമറിഞ്ഞ് ഇസ്ലാമിക പ്രബോധനം ചെയ്യാൻ യോഗ്യരായ ഒരു പറ്റം പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ومولانا محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد في الأولين وصل على سيدنا محمد في الآخرين وصل على سيدنا محمد في الملأ الأعلى إلى يوم الدين. إخواني في الله، محبكم العبد الفقير ليس له علم وليس هو متكلم، وإنما أني زائر إليكم ومحب لكم، ولست بأهل أن أجلس بجوار ساداتي علمائنا رضي الله تعالى عنهم، ولكن تفضلوا مشايخنا الكرام وإكرامهم لضيوفهم هو الذي جعلني أجلس بجوار أكابرنا ومشايخنا رضي الله تعالى عنهم. اللهم أمد في أعمارهم، اللهم انفعنا بهم، اللهم اشركنا في دعائهم، اللهم اجعلنا نثني ركبنا أمامهم. اللهم يا أرحم الراحمين اغفر لنا وارحمنا وسامحنا واعف عنا ولا تؤاخذنا بذنوبنا. إخواني في الله، أبلغكم سلام أهل الأحساء، أخوانكم وأحبابكم يبلغونكم السلام، وأنهم يحبونكم في الله سبحانه وتعالى. وللزيارة في الله سبحانه وتعالى فضل عظيم،
يقول النبي صلى الله عليه وسلم في الحديث القدسي: وجبت محبتي للمتزاورين فيها. فمحبة الله سبحانه وتعالى تكون في الزيارة بين المؤمنين والمتحابين في جلالي على منابر من نور يوم القيامة يغبطهم الأنبياء والشهداء. فنحن نحبكم ونزوركم في الله عز وجل، ونسأل الله عز وجل أن يتقبل هذه الزيارة، وأهنئكم على ما أنتم عليه من هذه المعاهد وهذه الجامعات وهؤلاء الطلبة. والله أن العين تقر برؤيتهم، والقلب يفرح والصدر ينشرح لرؤية هؤلاء الطلاب الكرام. صغارهم أساتذة لي، صغارهم أتربى برؤيتهم، صغارهم أستفيد من حالهم وسمتهم. فرضي الله تعالى عنكم ونفعنا بكم، وجزى الله مشايخنا خير الجزاء. هنيئا لكم هذه المدارس، يتفرغون علمائنا لتربية هؤلاء الطلبة والشباب، يضحون ويفرغون من أوقاتهم لتربية هؤلاء الشباب ولنصحهم ولإرشادهم. فجزاكم الله عن أمة الحبيب صلى الله عليه وسلم خير الجزاء. إخواني الكرام، التمسوا منكم الدعاء، ادعوا لنا، فنحن في أمسة الحاجة إلى الدعاء. وادعوا لنا أن تكون بلادنا مثل بلادكم في العلم النافع وكثرة العلماء العاملين. ولا تنسونا من صالح دعائكم. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. طبعا بسم الله الرحمن الرحيم. لست منشدا ولست أمتلك صوتا جميلا، والمنشدون ما شاء الله يملؤون هذا المكان، ما شاء الله أصوات جميلة يعني ترقق القلوب. ولكن طلبوا سيدي الشيخ محمد الفاروق النعيمي حفظه الله، يعني أتشرف وأتكرم أن أنشد أمامكم امتثالا لأمره. اللهم صل على محمد يا رب صل عليه وسلم. اللهم يا رب صل لولاك يا زينة الوجود، لولاك يا زينة الوجود ما طاب عيشي ولا وجودي. اللهم صل على محمد يا ربي صل عليه وسلم. ولا ترنمت في صلاتي، ولا ترنمت في صلاتي، ولا ركوعي ولا سجودي. اللهم صل على محمد يا ربي صل عليه وسلم. يا ليالي الرضا علينا، يا ليالي الرضا علينا، عودي ليخضر منك عودي. اللهم صل على محمد يا ربي صل عليه وسلم. عودي علينا بكل خير، عودي علينا بكل خير، بالمصطفى طيب الجدود. اللهم صل على محمد يا رب صل عليه وسلم. ثم
الصلاة على نبينا ثم الصلاة على نبي وآله الركع السجود اللهم صل على محمد يا ربي صل عليه وسلم والمعذرة منكم. السلام عليكم ورحمة الله وبركاته. അധ്യക്ഷവേദിയിലെ സമാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, ബഹുമാന്യരെ, ലോകത്തെമ്പാടും ഒരു പുതിയ സഞ്ചാരപഥത്തിലൂടെ മാനവികത വിളംബരം ചെയ്തുകൊണ്ട് മാനവരാശിക്ക് പുണ്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് ലോകജനത ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി. ഈ സഞ്ചാരപഥം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗംഗാപ്രവാഹം പോലെ. ഈ സഞ്ചാരപഥം ഇന്ന് തുടങ്ങിയതല്ല. ഈ സഞ്ചാരപഥത്തിന്റെ പ്രത്യേകത അതാണ്. ഇങ്ങനെ ഓരോ വർഷം കഴിയും തോറും നമുക്കറിയാം, ഞങ്ങളെ ഈ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭൂത ഭാരത അഭ്യുത്ഥാനപദംസ്യ അധർമ്മസ്യ ഇത് സംഭവാം, നിങ്ങൾ കേട്ട് കാണും, സംഭവാമി യുഗേ യുഗേ എന്ന് ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു. ഓരോ എവിടെയെല്ലാം ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്നുവോ, എവിടെയെല്ലാം അധർമ്മം തലപൊക്കുന്നുവോ, അവിടെയെല്ലാം ദൈവം പ്രത്യക്ഷപ്പെടും എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാ വർഷങ്ങളിലും ഈ കാരുണ്യത്തിന്റെ, അതാണ് നമ്മൾ ഓരോ വർഷാവർത്തനങ്ങളിലും ഇങ്ങനെ പൂക്കുകയും പല വൃക്ഷങ്ങൾ കായ്ക്കുകയും ചെയ്യുന്നത് പോലെ, ഇങ്ങനെ പൂത്ത് കാച്ച് ഇങ്ങനെ നിൽക്കുന്നത് പോലെ അതൊരു ഈ വർഷാവർത്തനങ്ങളുടെ പ്രത്യേകതയാണ്. മനുഷ്യന്റെ നന്മയ്ക്കും മനുഷ്യന്റെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും എവിടെയെല്ലാം ശൈഥില്യമുണ്ടോ ആ ശൈഥില്യങ്ങളെല്ലാം, ആ ശിഥിലീകരണ വാസനകൾ മാറ്റിവെച്ച് മനുഷ്യബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ആ മനുഷ്യബന്ധങ്ങളെ സക്കാത്ത് പോലെയുള്ള സൽക്കർമ്മങ്ങളിലൂടെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നതിനും ഈ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ സഹായകരമായി തീരട്ടെ എന്നുമാത്രം പ്രാർത്ഥനാ നിർഭരമായ ഈ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയോടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സംഗമത്തിൽ ഞാനും പങ്കുചേർന്നുകൊണ്ട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Si sebenarku ya Allah, la ilaha illallah, Muhammadur Rasulullah, la ilaha illallah, Muhammadur Rasulullah, la ilaha illallah, Muhammadur Rasulullah, la ilaha illallah, Muhammadur Rasulullah. Assalamu alaikum warahmatullahi wabarakatuh. Alhamdulillah. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi al-faizina biridallah. Amma ba'd. Fa inna asdaqal hadithi kitabullah wa khairul hadi hadi Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dalalah wa kullu dalalatin fin nar. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Wa idha sa'alaka ibadi anni fa inni qarib أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. سعادة الشيخ
ضيفنا المفضال محب العلم والعلماء فضيلة الشيخ محمد عمير حفظه الله ورعاه من المملكة العربية السعودية منطقة الحساء. أولا نرحبكم ترحيبا حارا من أعماق قلوبنا إلى رحاب هذه الجامعة. أسبغ الله علينا وعليكم نعم الله ظاهرا وباطنا وجملنا وإياكم بتمام الصحة وتمام العافية وحفظنا وإياكم من كل مكروه وسوء ورزقنا وإياكم سعادات الدارين. സർവാദരണീയരായ ഉലമാക്കൾ, സാദാത്തുക്കൾ, സഹൃദയരായ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥിനികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പരിശുദ്ധമായ റമളാനു ശരീഫിന്റെ അതിപവിത്രമായ അവസാന പത്തിലെ അതിശ്രദ്ധേയമായ ഒറ്റ രാവുകളിൽ 23-ാം രാവ് വളരെ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് പതിറ്റാണ്ടുകളുടെ നേട്ടങ്ങൾ കൈവരിച്ച തെക്കൻ കേരളത്തിന്റെ അത്യുന്നത കലാലയങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്ന അൽ മഖ്ദൂമിയുടെ ക്യാമ്പസിനുള്ളിൽ തിങ്ങിക്കൂടിയ മാന്യ സഹോദരങ്ങൾ, മഖ്ദൂമിയ തഖ്വയിൽ അധിഷ്ഠിതമായ സ്ഥാപനമാണ്. ഇഖ്ലാസ് എന്ന വിത്തിൽ നിന്ന് മുളച്ച വൃക്ഷമാണ്. ആ വൃക്ഷം ഇവിടത്തെ ഒരിടി കൊണ്ടോ വെടികൊണ്ടോ തീജ്വാലകളെ കൊണ്ടോ ഉണങ്ങുകയില്ല, വാടുകയില്ല. നാൾക്ക് നാൾ ഈ സ്ഥാപനത്തെയും ഇതിന്റെ മാതൃസ്ഥാപനമായ ഖാദിസിയ്യ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. അതിന്റെ നായകർ മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സംസ്ഥാന നായകരിൽ പ്രമുഖരായ ഹൈദർ ഉസ്താദ്, അവർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ ഓജസ്സും തേജസ്സും സർവസ്വമായ യുവ പ്രാസംഗികരിൽ ജനലക്ഷങ്ങളെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ക് കൊണ്ട് മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ആവഹിച്ചെടുക്കുന്ന പ്രിയപ്പെട്ട ഫാറൂഖ് നഈമി, മറ്റു ഉസ്താദുമാർ, സ്ഥാപന ഭാരവാഹികൾ, ഗുണകാംക്ഷികൾ, വിദ്യാർത്ഥികൾ, ഈ സ്ഥാപനത്തിന്റെ താങ്ങും തണലുമായി ഇവിടെ പ്രവർത്തിക്കുന്ന നല്ലവരായ നാട്ടുകാർ, സർവർക്കും എല്ലാ വിജയവും നീ നൽകണേ അല്ലാഹ്. പരാജയങ്ങൾ നൽകല്ല അല്ലാഹ്. ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാനു ശരീഫ് നമ്മുടെ അതിഥി എന്ന് പലപ്പോഴും പറയാറ്. അതിലേറെ അനുയോജ്യമായ പദം റമളാനിന്റെ അതിഥികളാണ് മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും എന്ന് പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ആതിഥേയന്റെ മഹത്വവും പുണ്യവും
അതിഥിക്ക് പുണ്യവും മഹത്വവും വർദ്ധിപ്പിക്കുമല്ലോ. ഇവിടുത്തെ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡന്റോ എന്നെയോ നിങ്ങളെയോ ക്ഷണിച്ചാൽ അല്പസമയം സംവദിക്കാൻ അവസരം നൽകിയ അതാണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം നമ്മളെക്കാൾ മഹത്വങ്ങളും നേട്ടങ്ങളും ഇവിടുത്തെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഭരണാധികാരികൾക്കും കൽപ്പിക്കും. എന്ന പോലെ മനുഷ്യരാകുന്ന നമുക്ക് 1000 നന്മകൾ വാരിക്കോരി നൽകുന്ന പരിശുദ്ധമായ റമദാൻ നമ്മുടെ എത്രയോ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ട്. മരിച്ചാലും കാലാകാലങ്ങളിലും റമദാൻ വന്നുകൊണ്ടേയിരിക്കും. ഓരോ റമദാനും 1000 ഗിഫ്റ്റുകൾ നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ റമദാനിന്റെ അതിഥികളാണ് ഞാനും നിങ്ങളും. ഈ റമദാനാകുന്ന ആതിഥേയരിൽ നിന്ന് വിനീതരാകുന്ന അതിഥികൾ മനുഷ്യരാകുന്ന നമുക്ക് 1000 ഗിഫ്റ്റുകൾ വാങ്ങേണ്ടതുണ്ട്. അതെല്ലാം അല്ലാഹു തആല പരിശുദ്ധമായ ഫുർഖാനുൽ അളീമിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലക്കും തത്തഖൂൻ എന്ന് തുടങ്ങി കുറെ ആയത്തുകളിൽ പ്രതിപാദിക്കുമ്പോൾ അതിന്റെ തുടർച്ചയെന്നോണം ഉഹില്ല ലക്കും ലൈലത്തുസ് സിയാമി അർറഫതു ഇലാ നിസാഇകും വഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ എന്ന സുദീർഘമായ കുറെ ആയത്തുകൾക്കിടയിൽ അതിപ്രധാനമായ 2 വിഷയം റബ്ബ് ചർച്ചക്ക് വെക്കുന്നു. അതുതന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യത്തിനും മഹത്വത്തിനും വ്യക്തമായ തെളിവല്ലേ. ഉദാഹരണത്തിന് ഇവിടെ വിനീതൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രസംഗം നിർത്തി അപ്പുറത്തിറങ്ങിച്ചെന്ന് ഒരാളെ സ്വീകരിച്ച് സാസിലേക്ക് കൊണ്ടുവരുന്ന കണ്ടാൽ നിങ്ങളെന്തോ മനസ്സിലാക്കും, ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, ഒരു വിശിഷ്ടാതിഥിയാണ്. അതുകൊണ്ടാണ് പ്രസംഗം നിർത്തിയത്, അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചത് എന്ന പോലെ പരിശുദ്ധമായ ഫുർഖാനുൽ അളീം അതിമഹത്തായ നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് അത് പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, മറ്റൊന്ന് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. 2 പ്രധാന പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, റമളാനിന് തുഫ്തഹു അബ്വാബുൽ ജിനാൻ വതുഗ്ലഖു അബ്വാബുൻ നീറാൻ വസുഫിയതു സലാസിലു ശയാത്തീൻ. സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും റമളാനിന് തുറക്കപ്പെടുന്നത്, നരകത്തിന്റെ എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്യപ്പെടുന്നത്, ലോകത്ത് അനേക ലക്ഷം പിശാചുമാരെ ചങ്ങലക്കിടപ്പെടുന്നത്, ഓരോന്നിനും 10,000 10,000 ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്നത്, എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്നത്, എല്ലാ നന്മകളും വാരിക്കോരി നൽകുന്നത്, അള്ളാഹു അടിമകളിലേക്ക് നേരിട്ട് വന്നു പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് പ്രതിവിധി നൽകുന്നത്, ഇങ്ങനെ 1000 റഹ്മത്തുകളും മഗ്ഫിറത്തുകളും ഇത്ഖുകളും ദമാനും ബിൽ ജന്നയും അമാനും മിനൽ അദാബും നൂറും മിനല്ലാഹ്, അല്ലാഹുവിന്റെ ആത്മീയ പ്രഭ വാരിക്കോരി നൽകി
നരകത്തിൽ നിന്ന് ഓരോ ദിവസവും ജനലക്ഷങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്, എല്ലാവർക്കും സ്വർഗം എഗ്രിമെന്റ് ചെയ്യുന്നത്, പാപമോചനം എല്ലാവർക്കും നൽകുന്നത്, എല്ലാറ്റിനും ഒരു നിമിത്തമില്ലേ? ആ നിമിത്തമാണ് റബ്ബ് പറയുന്നത്, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ ഫുർഖാനുൽ അളീം അവതരിച്ച മാസം. അതിൽ അതിമഹത്തായ ദിവസമാണ് ലൈലത്തുൽ ഖദർ. 1000 മാസങ്ങളുടെ പുണ്യമെന്നാണ് ലൈലത്തുൽ ഖദറിനെ അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നത്. ഖുർആനിൽ നിസ്കാരം മാത്രം പ്രതിപാദിക്കാൻ ഒരധ്യായം സൂറത്തു സ്വല കാണില്ല. നോമ്പ് മാത്രം പ്രതിപാദിക്കുന്നതിന് സൂറത്തു സൗം എന്ന ഒരു ചാപ്റ്റർ ഖുർആനിലില്ല. സക്കാത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് സൂറത്തു സക്കാ ഖുർആനിൽ കേട്ടിട്ടില്ല. അതേ സ്ഥാനത്ത് സൂറത്തുൽ ഖദർ, ഇവിടെ 1000 ഒരുമിച്ച് കൂടി അതിൽ ഒരു വ്യക്തിക്ക് മാത്രം പ്രത്യേക സീറ്റും പ്രത്യേക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും നൽകുമ്പോൾ പള്ളിയിൽ 1000 ഒരുമിച്ച് കൂടി ഒരു പ്രത്യേക മെഹ്റാബ് ഒരാൾക്ക് മാത്രം തയ്യാർ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് എന്തോ വലിയ മഹത്വമുണ്ട് എന്ന കാര്യം തീർച്ചയല്ല. എന്ന പോലെ ഖുർആനിൽ നിസ്കാരത്തിനോ നോമ്പിനോ സക്കാത്തിനോ പ്രത്യേക അധ്യായങ്ങൾ വെക്കാതെ സൂറത്തുൽ ഖദറിനു മാത്രം, ലൈലത്തുൽ ഖദർ വിശദീകരിക്കാൻ മാത്രം ഒരധ്യായം അല്ലാഹു തആല നീക്കി വെച്ച് എന്നത് ഖദറിന്റെ ഏറ്റവും വ്യക്തമായ തെളിവല്ല. മാത്രമല്ല, ഈ ചാപ്റ്ററിൽ മറ്റൊരു വിഷയം പ്രതിപാദിച്ചിട്ടില്ല എന്നത് ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ആണെന്ന് വ്യക്തമാക്കുകയല്ലേ. ഒരു പ്രധാന സബ്ജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ ആ സബ്ജക്റ്റ് അധിഷ്ഠിതമായി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടക്കാതെ അളന്നു മുറിച്ച വാക്കുകൾ ആ പ്രമേയത്തിന്റെ പ്രാധാന്യമല്ലേ കാണിക്കുന്നത്? അത് തന്നെ എത്ര അർത്ഥപൂർണമായ ശൈലിയിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന അധ്യായത്തിലെ ഓരോ പദങ്ങളും വേർഡുകളും എണ്ണി നോക്കിയാൽ 30 പദങ്ങളാണ്. റമദാനിൽ 30 ദിവസങ്ങളാണ്. അതിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഒരു വരിയിൽ തന്നെ 3 തവണ ആവർത്തിക്കുന്നു. ആവർത്തന വിരസത സാഹിത്യ മൂല്യത്തിന് ശോഷണം സംഭവിപ്പിക്കൽ, ശോഷണം നൽകില്ലേ? എന്തിന് അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ചെയ്തു? ചെയ്യാൻ പറ്റാത്തൊന്ന് ചെയ്യുമ്പോൾ അതിലെന്തോ വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയല്ലേ. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ലൈലത്തുൽ ഖദർ എന്നതിൽ 9 അക്ഷരങ്ങളാണ്. 3 9 27. ലൈലത്തുൽ ഖദർ 27-ാം രാവാണെന്നതിലേക്കൊരു സൂചനയാണ്. 30 പദങ്ങളാണ്. സലാമുൻ ഹിയ എന്നത് അഹിയ എന്ന അപരനാമം 27-ആണ്. ഹത്ത 28-ആണ്. മത്ല 29, അൽ ഫദർ 30. ഹിയ എന്ന അപരനാമം സൂചിപ്പിക്കുന്നത് ലൈലത്തുൽ ഖദർ ആണ്. ഇത് ലൈലത്തുൽ ഖദർ എന്നാണെന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, റമദാൻ അവസാനത്തെ 10-ലാണ്
99%. അതിലൊറ്റപ്പെട്ട രാവുകൾ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതിന്റെ പ്രാധാന്യം 1000 മാസങ്ങളുടെ പുണ്യം. 84 വർഷത്തോളം പകലില്ലാതെ ഊണില്ലാതെ ഉറക്കില്ലാതെ ഇടതടവില്ലാതെ ആരാധിക്കുക ഒരു മനുഷ്യായുസ്സിൽ സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. എന്നാൽ കേവലം 10-11 മണിക്കൂർ കൊണ്ട് ഒരു പുരുഷായുസ് പകലില്ലാതെ ഊണില്ലാതെ ഉറക്കില്ലാതെ അധ്വാനിക്കുന്നതിലേറെ ലഭിക്കുന്ന പുണ്യം ഒരൊറ്റ രാവ് കൊണ്ട് മാത്രം നൽകുന്നതിന്റെ നേട്ടം എന്ത്? ഖുർആൻ അവിടെയും പറഞ്ഞത് കാരണം ഒന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഈ പരിശുദ്ധമായ മാസത്തിന്റെ പുണ്യം, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം എല്ലാം ഒന്നാണ്. ഖുർആൻ അവതരിച്ചു എന്നതാണ്. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മൻ ഖറഅ ഖുർആനൻ വഅമില ബിഹി അൽബസല്ലാഹു വാലിദ താജൻ ഉൽബിസ വാലിദാഹു താജൻ ലൗഉഹു അളവഉ മിൻ ലൗഇ ശംസി ഫീ ബുയൂതി ദുനിയ. ഖുർആൻ ആരെങ്കിലും പാരായണം ചെയ്ത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കിരീടം നൽകുന്നു. ആ കിരീടം 1000-ന്റെയും 10,000-ന്റെയും ലക്ഷത്തിന്റെയും കോടികളും വിലമതിക്കുന്ന കിരീടമല്ല. മറിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ലൗഉഹു അളവഉ മിൻ ലൗഇ ശംസി ഫീ ബുയൂതി ദുനിയ. സോളാർ സിസ്റ്റത്തിൽ പറയുന്ന about 5 billion years ago 500 കോടി വർഷത്തെ പാരമ്പര്യമുള്ള ഈ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ പ്രകാശത്തെക്കാൾ അതിമനോഹരവും അതിപ്രകാശവുമാണ് ആ കിരീടം. ഇതുകൊണ്ട് മതിയാക്കരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ചോദിച്ചു, ഫമൽ ളന്നു ബിൽ അബ്ദിൽ ലദി അമില ബിഹി. എനിക്ക് ഒരു തൊഴിൽ ലഭിച്ചാൽ ആ തൊഴിലിന്റെ പെൻഷൻ എന്റെ ഭാര്യക്ക് 10 ലക്ഷം ലഭിക്കുമെങ്കിൽ എന്റെ സാലറി എത്രയെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മലപ്പുറത്ത് രാമസിംഹത്തിന് തേങ്ങ വലിച്ചാൽ 1 ലക്ഷം പേടെന്ന് പറയാറുണ്ട്. അപ്പോഴേക്ക് കൊന്നു തിന്നാമെന്നാണല്ല ധരിക്കേണ്ടത്. മറിച്ച് 1 ലക്ഷം പേടുണ്ടാവണമെങ്കിൽ നല്ല തേങ്ങ എത്ര കോടികൾ ഉണ്ടാവണം എന്നാണ് ധരിക്കേണ്ടത്. അവിടത്തേക്കാണ് ചിന്തിക്കേണ്ടത്. ഖുർആൻ ഇവിടെ പറയുന്നത് ഖുർആൻ ഞാൻ ഓതിയതിന്റെ പേരിൽ, ഞാൻ ഖുർആൻ പ്രവർത്തിച്ചതിന്റെ പേരിൽ എന്റെ മാതാപിതാക്കൾക്ക് അതിന് നിമിത്തമായെന്ന കാരണം കൊണ്ട് ഇത്രയും വലിയ കിരീടം ധരിക്കുന്നുവെങ്കിൽ, അല്ലാഹു ഗിഫ്റ്റായി നൽകുന്നുവെങ്കിൽ, ഖുർആൻ പാരായണം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പുണ്യം എത്ര സങ്കൽപ്പിക്കും. എന്ന പോലെ ഖുർആൻ അവതരിച്ച മാസത്തിന്, ഖുർആൻ അവതരിച്ച ദിവസത്തിന് ഇത്രയും അല്ലാഹു തആല പുണ്യം നൽകുന്നുവെങ്കിൽ ഖുർആനിന്റെ മഹത്വം എത്ര എന്നാണ് സമൂഹം ചിന്തിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹാനായ ഇമാം ഖല്ലൂബി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് 90,000 അമാനുഷിക സംഭവങ്ങൾ നൽകിയെന്നാണ്, മുഅ്ജിസത്തുകൾ നൽകിയെന്നാണ്. മുഅ്ജിസത്തുകൾ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരെയും
അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യ സഹജമായി ചെയ്യാൻ കഴിയാത്ത കൺകെട്ടുകളല്ല, ജാലവിദ്യകളല്ല, മാരണങ്ങളല്ല. അതൊന്നും വിശദീകരിക്കാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതെങ്കിലും പാലം വിഴുങ്ങുന്നതോ ഏതെങ്കിലും കടലാസ് നോട്ടാക്കുന്നതോ അല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് കാണിച്ചു തന്ന മുഅ്ജിസത്തുകൾ നേരത്തെ ഉണർത്തിയ 500 കോടി വർഷത്തെ പാരമ്പര്യമുള്ള സൂര്യൻ എന്റെയും നിങ്ങളുടെയും ചരിത്രത്തിൽ കേട്ടുകേൾവിയിൽ 500 കോടി വർഷങ്ങൾക്കിടയിൽ അസ്തമിച്ച സൂര്യനെ തിരിച്ചു വിളിക്കാൻ ഇവിടുത്തെ ഒരു പ്രധാനമന്ത്രിക്കും ഒരു UN സെക്രട്ടറി ജനറലിനും ലോകത്തൊരു ശക്തിക്കും സാധിച്ചിട്ടില്ല, ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല, കഴിയുമെന്നാരും അവകാശപ്പെടുന്നില്ല. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്തമയ സൂര്യനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾ കത്തിജ്വലിക്കുന്ന പൂർണ്ണ ചന്ദ്രനെ ഖുറൈശികൾ ആവശ്യപ്പെട്ടപ്പോൾ 2 പിളർപ്പാക്കിയിട്ടുണ്ട്. എന്നിട്ടൊരു പിളർപ്പ് ജബൽ അബൂ ഖുബൈസ് പർവ്വതത്തിൽ നിന്നു, മറ്റൊരു ഭാഗത്ത് നിന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വൃക്ഷങ്ങൾ സംസാരിച്ചു സലാം ചൊല്ലി, കല്ലുകൾ സലാം ചൊല്ലി, മേഘങ്ങൾ നേരിട്ട് കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ ഉറവ് പൊട്ടി ആയിരങ്ങൾ ആ വെള്ളം ദാഹശമനത്തിന് ഉപയോഗിച്ചു. ഇങ്ങനെ എത്രയെത്ര വലിയ വലിയ അമാനുഷിക സംഭവങ്ങൾ, 90,000 അമാനുഷിക സംഭവങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയെങ്കിൽ ഇതിലെല്ലാം ഏറ്റവും എത്രയോ മേലെയാണ് പരിശുദ്ധമായ ഫുർഖാനുൽ അളീം. ഇതുപോലുള്ള മാനുഷിക സംഭവങ്ങൾ, ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ മുൻകഴിഞ്ഞു പോയ പ്രവാചകരെന്ന് സാധിച്ചിട്ടില്ലേ? മസീഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ മരിച്ച എത്രയെത്ര പേരെ ഹയാത്താക്കി. കാന യുഹ്യിൽ മൗത, ഖുർആൻ നേരിട്ട് പറഞ്ഞതല്ലേ? ഫഅലാനി വസ്മിൻ ഖാഖതീനിൻ വാസമിൻ വഹാലികും വമയ്യിതും ബിഹി ഖമിൻ. ഫഅല എന്നത് മൗത, മയ്യിത്തിന്റെ ബഹുവചനമാണ്. മരിച്ച നിരവധി പേരെ ഹയാത്താക്കിയിട്ടുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ പക്ഷിയെ സദസ്സിന്റെ മുമ്പിൽ 4 കഷ്ണമായി അറുത്ത് 4 ദിക്കുകളിൽ വെച്ച് തൽക്ഷണം തിരിച്ചു വിളിച്ച് പക്ഷിയായി പറന്നു വന്ന അനുഭവം ഖുർആൻ പറയുന്നുണ്ട്. ഈ സംഭവങ്ങളെക്കാളൊക്കെ ഏറ്റവും എത്രയോ മേലെയാണ് ഖുർആൻ. അതിങ്ങനെ ഒരു മനുഷ്യനെ ഹയാത്താക്കുക ശാസ്ത്രത്തിന് ഇന്നേ വരെ സാധിച്ചിട്ടില്ലല്ലോ, കഴിയുമെന്ന പ്രതീക്ഷയുമില്ലല്ലോ. അതിനേക്കാളൊക്കെ വലുതാണോ ഖുർആൻ? അതെങ്ങനെയാണ്? മഹാനായ ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ ലോക പ്രശസ്തമായ ബുർദ എന്ന ബുർദയുടെ വ്യാഖ്യാനത്തിൽ അൽ ഉംദയിൽ പറയുന്നത്, പരിശുദ്ധമായ ഫുർഖാനുൽ അളീം അതിന് മേലെയാകുന്നത് എങ്ങനെ? ഞാൻ ഉദാഹരണത്തിന് സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഈ ആയിരങ്ങൾ തടിച്ചുകൂടിയ സദസ്സിനിടയിൽ ഒരു മരിച്ച മനുഷ്യനെ ഞാൻ ഇവിടെ നിന്ന് ഹയാത്താക്കി എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇത് കാണുന്നത് നിങ്ങൾ 1000, 3000, 4000, 10,000 ആളുകളല്ലേ കാണുന്നുള്ളൂ? ലോകത്തിവിടെ 10,000 ആളുകളാണോ? ഇന്ന് 700 കോടി ജനങ്ങളില്ലേ? അതിൽ 699 കോടി 99,80,000 അല്ലെങ്കിൽ 90,000 ആളുകളും ഇത് കണ്ടിട്ടില്ല. അവർ അതറിയുന്നില്ല. കേട്ടുകേൾവി വിശ്വസിക്കാൻ മനുഷ്യ സഹജമായി അത്ര പെട്ടെന്ന് എളുപ്പവുമല്ല. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു സമൂഹത്തിനുള്ള പ്രവാചകനല്ല, ഏതെങ്കിലും ഒരു കാലത്തിനുള്ള പ്രവാചകനല്ല. ലോകാവസാനം വരെയുള്ള ഇന്ന് 700 കോടി ജനങ്ങൾക്കും
വരാനിരിക്കുന്ന അനന്തകോടി ജനങ്ങൾക്ക്, കഴിഞ്ഞുപോയ കോടാനുകോടി ജനങ്ങളുടെ മനുഷ്യേദ്യനായ കണ്ണിലെ ചങ്കിലെ ചോരയ കാഫത്തുസ്തഖലൈന്റെ നേതാവായ സയ്യിദുനാ വഹബീബുനാ വഖുറത്തു അയ്യുനാ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ എല്ലാ സമൂഹത്തിനും നേതാവാണ്. അതെല്ലാ സമയങ്ങളിലും ആ നേതൃത്വം ലോകത്തിന്റെ മുമ്പിൽ അമാനുഷികത്വം ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. അതിന് 2012 സാക്ഷിയാണ്, 2013 സാക്ഷിയാകും, ലോകാവസാനം വരെ സാക്ഷിയാണ്. ഉദാഹരണത്തിന് ഒന്ന് മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. കഴിഞ്ഞ മാസം ലോകത്ത് 700 കോടി ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയൊരു മഹാസംഭവമായിരുന്നില്ലേ ശാസ്ത്രലോകത്തിന് ദൈവിക കണം കണ്ടെത്തി എന്നൊരു വലിയൊരു വാർത്ത. ലോകത്തെല്ലാ വാർത്താ മീഡിയകളും എല്ലാ ഭാഷയിലും ഒരുപോലെ ആഘോഷിച്ചിരുന്നത് ദൈവിക കണം കണ്ടെത്തി എന്നതല്ലേ. ഈ അഹങ്കരിച്ച് കഴിയുന്ന ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഈ ജൂലൈ ആദ്യത്തില് അവസാനത്തില് ജൂലൈ 3-ാം വീക്കില് ആഴ്ചയില് വാരാന്തത്തില് അതിന്റെ വസ്തുത ഖുർആൻ നേരെ ബോധ്യപ്പെടുത്തില്ലേ. ലോകത്തങ്ങ് ദൈവിക കണം കണ്ടെത്തിയപ്പോൾ ലോകമെല്ലാം കൈക്കുമ്പിളർത്തി എന്നൊരു പ്രതീതിയായി മനുഷ്യനുണ്ടായിരുന്നു. അപ്പോഴേക്ക് കോസ്പാർ കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച് ബഹിരാകാശ ഗവേഷകർ, അത് ഇവിടത്തെയും എന്റെയും നിങ്ങളുടെയും നാട്ടിൽ LKGയോ UKGയോ അല്ല, അല്ലെങ്കിൽ ഇവിടത്തെ +1 +2 വിദ്യാർത്ഥികളല്ല, അല്ലെങ്കിൽ ഇവിടത്തെ PhD എടുത്തവരല്ല, മറിച്ച് ലോകതലത്തിൽ more than 2500 from 74 countries, ലോകത്ത് അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ പോലുള്ള വികസിത രാജ്യങ്ങളിലെ 74ഓളം രാജ്യങ്ങളിൽ നിന്ന് 2500-ലധികം സയന്റിസ്റ്റുകൾ സംബന്ധിച്ച കോസ്പാർ മീറ്റിംഗ് പാസാക്കിയ പ്രമേയം എന്ത്? നിങ്ങൾ മനസ്സിലാക്കണം, ലോകം മുഴുവനും കൈക്കുമ്പിളെത്തി എന്നോ ലോകം കലക്കി കുടിച്ചു എന്നോ അവർ പറയുന്നു. We know only 4% of universe. ഈ പ്രപഞ്ചത്തിന്റെ കേവലം 4% മാത്രമേ നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. ദൈവിക ഗണം കണ്ടെത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ ന്യൂട്ടൺസ് ഏറ്റവും പുതിയ ട്രെൻഡ് ആശയവിനിമയം നടത്തുന്നതിന് ലോകത്തെ 2500-അധികം വരുന്ന സയന്റിസ്റ്റുകൾ പാസാക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ സന്നിഗ്ധമായി പറഞ്ഞൊരു ആശയമായിരുന്നില്ലേ? സൂറത്തുൽ ഇസ്രായിൽ കാണുന്നില്ലേ? വയസ്അലൂനക അനിർ-റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നബിയെ തങ്ങളോട് അവർ ആത്മാവിനെ കുറിച്ച് ചോദിക്കും, ആത്മാവിന്റെ ഡെഫിനിഷൻ ചോദിക്കും. എന്നാൽ ഒരു കാര്യം തങ്ങൾ അവരോട് പറയുക, ആത്മാവിന്റെ ഡെഫിനിഷൻ പറയാൻ ആർക്കും സാധ്യമല്ല. ആകാശം എവിടെ? ഭൂമി എവിടെ? സ്വർഗത്തിന്റെ 8 വാതിലുകൾ എവിടെ? സ്വർഗത്തിന്റെ വാതിൽ തുറന്നത് കണ്ടിട്ടില്ലല്ലോ. നരകത്തിന്റെ വാതിൽ എവിടെ? കാണാത്തതൊന്നും വിശ്വസിക്കാത്ത, കണ്ടത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്ന അഹങ്കരിക്കുന്ന സമൂഹത്തോട്, യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ലേ? ആത്മാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രകാശം കണ്ടിട്ടുണ്ടോ? സുഖം കണ്ടിട്ടുണ്ടോ? ദുഃഖം കണ്ടിട്ടുണ്ടോ? പോകട്ടെ,
ആത്മാവിന്റെ ഡെഫിനിഷൻ പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ല. റമദാൻ 1 യുഎഇയിൽ വെച്ച്, ഇവിടത്തെ ഷാബാൻ 30-ന് 29-ന് ഞാൻ ഈ വിഷയം മുസഫയിലെ ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ സദസ്സിൽ സംസാരിച്ചപ്പോൾ അന്ന് വൈകിട്ട് ഒരു PhD വിദ്യാർത്ഥി എന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങൾ അങ്ങനെ പറയരുത്, ആത്മാവിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്, അത് നമുക്ക് മോശമാണ്. എന്തേ? അരിസ്റ്റോട്ടൽ പറഞ്ഞിട്ടുണ്ട്, ബർണാൻഷ പറഞ്ഞിട്ടുണ്ട്, ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, കുറെ നിർവചനങ്ങൾ ആത്മാവിന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ച ആ നിർവചനങ്ങൾ ഒന്ന് പറയൂ. അപ്പൊ ഇങ്ങനെ കുറെ പറഞ്ഞു തന്നു. അപ്പൊ എന്താ ഒരു നിർവചനം 100 ആൾക്കാർ 100 അർത്ഥത്തിൽ പറയുന്നത്? ഇത് നിർവചനമാണ്. DC ബുക്സ് ഇപ്പോൾ അടുത്തിറക്കി ഒരു ബുക്ക്, ജീവിതം മഹാ അത്ഭുതം. അതിലും പറയുന്നുണ്ട്, ജനിക്കുമ്പോഴുണ്ട് മരിക്കുമ്പോഴില്ല മഹാ അത്ഭുതം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തെ, വെള്ളത്തെക്കുറിച്ച് പറഞ്ഞുകൂടെ? എന്താ വെള്ളത്തെക്കുറിച്ച്? ദാഹശമനത്തിന് ഉപയോഗിക്കുന്നത്, ശരീരം ചുട്ടുപൊള്ളുമ്പോൾ തണുപ്പിക്കാൻ ശരീരത്തിൽ ഒഴിക്കുന്നത്, ശരീരം മലിനമാകുമ്പോൾ കഴുകി വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത്, വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൂടെ? ഇതെല്ലാം വെള്ളത്തിന്റെ ഡെഫിനേഷൻ ആണോ? അല്ല. എന്തേ ഡെഫിനേഷൻ ആവാത്തത്? വെള്ളത്തിന്റെ ഡെഫിനേഷൻ എന്താ? H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേരുമ്പോഴുണ്ടാകുന്നത്, അതാണ് വെള്ളത്തിന്റെ ഡെഫിനിഷൻ നിർവചനമെങ്കിൽ മറ്റുള്ളതെല്ലാം വെള്ളത്തിന്റെ ഉപയോഗക്രമമാണ്. എന്ന പോലെ ആത്മാവ് ചെയ്യുന്നത് എന്ത് എന്ന് പറയാൻ കഴിയില്ല എന്നല്ല പറഞ്ഞത്. നമ്മുടെ മുത്തഅല്ലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹദ് താമദാത്തിയാത്ത്, എങ്ങനെയാണ് ഓരോ വസ്തുക്കൾക്ക് ഉണ്ടാവുന്നത് എന്നതിന്റെ ദാത്തിയാത്ത്, റൂഹിന്റെ ദാത്തിയാത്ത് പറയാൻ വെള്ളത്തിന് 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ എന്ന് പറഞ്ഞ പോലെ, H2 എന്ന് പറഞ്ഞ പോലെ ആത്മാവിന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അത് ശരിയാ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, പറയാൻ കഴിയുകയുമില്ല. അല്ലാഹു പറഞ്ഞു, വയസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി, എന്റെ നാഥന്റെ തീരുമാനപ്രകാരം സംഭവിക്കുന്നത് അവൻ ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുന്നു, ഉദ്ദേശിക്കുമ്പോൾ എടുക്കുന്നു. അത് ലഭിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നു, ഇല്ല എങ്കിൽ മനുഷ്യൻ ഡെഡ് ബോഡിയായി മാറുന്നു എന്നൊക്കെ തിരിയാൻ പലതും നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ഡെഫിനിഷൻ പറയാൻ നമുക്ക് കഴിയില്ല. എന്നിട്ട് റബ്ബ് പറഞ്ഞു, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, വിജ്ഞാന സാഗരത്തിന്റെ ഏതാനും തുള്ളികളല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. 1980 തൊട്ട് ന്യൂ ജനറേഷൻ വരലോടുകൂടെ ലോകത്തിന്റെ കുതിപ്പും കിതപ്പും മാറി ഈ കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് 4000 വർഷങ്ങളുടെ വിജ്ഞാന സ്ഫോടനം ഇവിടെ നേടിയെന്ന് പറയുന്ന ആധുനിക സമൂഹമേ, 1400 വർഷം മുമ്പ് ഖുർആൻ പറയുന്നു, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. 2012 എന്നല്ല, 2020 അല്ല, 2500 അല്ല, 3000 ആയാലും വിജ്ഞാന സാഗരത്തിന്റെ ഏതാനും തുള്ളികളല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല, നൽകപ്പെടുകയില്ല. എനിക്കിത് വിശദീകരിക്കാൻ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. ഈ പ്രഖ്യാപനം ഇന്നും അക്ഷരാർത്ഥത്തിൽ നിലനിൽക്കുകയല്ലേ? ഇതല്ലേ കോസ്പാർ പറയുന്നത്? കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച്, ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ 1 അല്ല 2 അല്ല, 2500-ലേറെ വരുന്ന സയന്റിസ്റ്റുകൾ, 74ഓളം വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള സയന്റിസ്റ്റുകൾ, ഇത്തിഫാഖ് മുസ്തഹിദി ഹാദിഹിൽ ഉമ്മ അഥവാ ഇജ്മാ, ഒരു കാലത്തുള്ള നേതൃത്വം മുഴുവനും ഏകോപിച്ചു പറഞ്ഞാൽ അത് മഖ്തൂഉൻ ബിഹി ആണെന്നാണല്ലോ, സംശയിക്കാൻ ലോകത്താർക്കും സാധ്യമല്ലല്ലോ. അങ്ങനങ്ങ് പറയുന്നത് ലോകത്ത്
4%. ഇതെന്ത് 4%? അത് ശരിയാ നിങ്ങൾ വിശ്വസിക്കുന്നു? ഈ യൂണിവേഴ്സിറ്റി എത്ര ഗാലക്സികൾ ഇവിടെയുണ്ട്? ലക്ഷക്കണക്കിന് ഗാലക്സികളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ, അതിന്റെ അപ്പുറത്ത് എന്തെല്ലാം ഉണ്ട് അത് കണ്ടെത്താൻ. ഇതാണ് ഖുർആന്റെ ഓരോ പ്രഖ്യാപനങ്ങളും എക്കാലത്തും സമൂഹത്തെ മുമ്പിൽ 700 കോടി ജനങ്ങളുടെ മുമ്പിൽ ഖുർആൻ ഇന്ന് സാക്ഷി നിൽക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഞാൻ അവസാനമായി ഒരു വാക്ക് നിങ്ങളോട് പറയട്ടെ. ഖുർആൻ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ഒരു ബുക്കായി കാണരുത്. നഊദു ബില്ലാഹ്. ഇവിടെ കസ്തൂരിയും മൂതരക്കല്ലുകളും ധാരാളം കല്ലുകളുണ്ട്. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ വിലപിടിക്കുന്ന, കോടികൾ വിലപിടിക്കുന്ന രത്നങ്ങളുണ്ട്. അത് കല്ലാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ നിറയുന്ന ഭക്തി, ആദരവ്, ബഹുമാനം, സ്നേഹം എത്ര ഉണ്ടോ ആ ആദരവും ബഹുമാനവും സ്നേഹവും ഖുർആനും ഇതര വസ്തുക്കളും കേൾക്കുമ്പോൾ ഖുർആനിന് വരണം. അപ്പോഴാണ് ഖുർആനിനുള്ള ആദരവ്, ബഹുമാനം. ഇതുകൊണ്ടാണ് ഖുർആൻ എടുക്കുമ്പോൾ, ഖുർആൻ മറിക്കുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഖുർആൻ ഓതി മതിയാക്കുമ്പോൾ, ഖുർആൻ ഒരിടത്ത് വെക്കുമ്പോൾ നമ്മുടെ പൂർവികന്മാർ മറ്റ് മുസ്ഹഫ, മറ്റ് ബുക്കുകൾ ഏടെടുക്കുന്ന പോലെ എടുക്കുകയില്ല, മറിക്കുന്ന പോലെ മറിക്കുകയില്ല. അടുത്ത കാലം വരെയും ഖുർആൻ വെക്കാൻ ഉറകളുണ്ടായിരുന്നില്ലേ? ഇന്നും പള്ളിയിൽ ഖുർആൻ വെക്കാൻ വേണ്ടി മാത്രം എറാല് കാണുന്നില്ലേ? അത് പിടിക്കുന്ന രംഗം പൂർവീകർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബഹുമാനാദരവുകളോടുകൂടെ ആയിരുന്നില്ലേ? അത് തൊടുന്ന രംഗം ലാ യമസ്സുഹുൽ മുത്തഹറൂൻ മിൻ കരീമിൻ ഇലാ കരീമിൻ ബിവാസിത്തതി കരീം. കരീമായ അല്ലാഹു തആല, കരീമായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കരീമായ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ മുഖേന നൽകിയ അതിമഹത്തായ വിശിഷ്ട ഗ്രന്ഥം ഖുർആൻ. ആദരവ്, ബഹുമാനം നമ്മുടെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? അപ്പോഴാണ് ഖുർആനുള്ള ആദരവുകളും ബഹുമാനങ്ങളും. അതുകൊണ്ട് തന്നെ ഖുർആന്റെ മഹത്വം മനസ്സിലാക്കുക. രണ്ടാമത് അല്ലാഹു തആല പറയുന്ന വിഷയം വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. പ്രാർത്ഥനയെക്കുറിച്ച്. റമദാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉടനെ വരേണ്ടത് ഖുർആൻ, പ്രാർത്ഥന. അതുകൊണ്ടാണ് മഖ്ദൂമിയ്യ 23-ാം രാവ് പ്രാർത്ഥനാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സ്വലാത്ത് നഗർ 27-ാം രാവ് പ്രാർത്ഥനാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. റമദാൻ എന്ന് കേൾക്കുമ്പോൾ ഉടനെ വരേണ്ടത് പ്രാർത്ഥന. വിശദീകരിക്കാൻ സമയം അനുവദിക്കുന്നില്ലല്ലോ. ആ പദപ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതില്ലേ? വൈദാ സഅലക ഇബാദി അന്നി, നബിയെ തങ്ങളോട് എന്റെ അടിമകൾ എന്നോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ മറുപടി പറയേണ്ടത് ആരാ? നിയമസഭയിൽ സ്പീക്കറോട് ചോദിച്ചാൽ മറുപടി പറയേണ്ടത് സാമാജികനാ മറുപടി പറയേണ്ടത് ആരാണ്? സ്പീക്കറാ മറുപടി പറയേണ്ടത്. ആരാണോ ചോദ്യകർത്താവ്, ആരോടാണോ ചോദിക്കുന്നത് അവരോടാണ് മറുപടി പറയേണ്ടത്. ഇവിടുന്ന് ഞാൻ വല്ല വിഷയം പറഞ്ഞ് എന്നോട് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറഞ്ഞ ആ സദസ്സ് പറയും നിക്ക് മിണ്ടാതിരിക്കുക, അദ്ദേഹം പറയട്ടെ. തങ്ങളോട് ചോദിച്ചാൽ ഖുർആനിൽ എത്ര സ്ഥലങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്? തങ്ങളോട് ആത്മാവിനെ കുറിച്ച് ചോദിക്കും. നബിയെ തങ്ങൾ പറയുക റൂഹു മിൻ റബ്ബി വയസ്അലൂനക അനിൽ മഹീർ. അങ്ങനെ ഓരോ വയസ്അലൂനക അനിൽ ലൈതാമ വയസ്അലൂനക എന്ന ധാരാളം സ്ഥലങ്ങൾ അവിടൊക്കെ തങ്ങളോട് ചോദിച്ചാൽ തങ്ങൾ മറുപടി പറയുക. അതേ സ്ഥാനത്ത് ഇവിടെ തങ്ങളോട് ചോദിച്ചാൽ ഇദാ സഅലക ഇബാദി അന്നി, നബിയെ തങ്ങളോട് എന്റെ അടിമകൾ ചോദിച്ചാൽ ഫഖുൽ ഇന്നി ഖരീബ് എന്ന് പറഞ്ഞില്ല,
എന്ന അക്ഷരത്തിൽ എന്തെല്ലാം അർത്ഥങ്ങൾ കിടക്കുന്നു, സമയം അനുവദിക്കുന്നില്ലല്ലോ. അതിലൊക്കെ അർത്ഥങ്ങൾ എന്നാരെങ്കിലും വിമർശിച്ചാൽ, ഒരുപക്ഷെ ഞാൻ ആത്മസംയമനം പാലിക്കാൻ തീരുമാനിച്ചാലും, ഞാൻ പ്രഖ്യാപിച്ചാലും, എന്നെ സ്നേഹിക്കുന്ന ഈ സദസ്സിലുള്ള നല്ലവർ, അല്ലെങ്കിൽ മഹാനായ ശൈഖുൽ ഉസ്താദ്, മഹാനായ താജുൽ ഉലമ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പമാർ, നമ്മുടെ ഉപ്പമാർ, അവരാരെങ്കിലും എന്തെങ്കിലും അസഭ്യമോ മോശം പദങ്ങളോ ഉപയോഗിച്ചാൽ അവർ മിണ്ടാതിരിക്കൂ, ആത്മസംയമനം പാലിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ കൂടിയ മക്കൾക്ക്, അവന്റെ ബന്ധുക്കൾക്ക് പ്രഷർ ഇളകും, ചോര തിളക്കും. അതാ എടുത്തുചാടി മറുപടി പറയും. അതെന്തുകൊണ്ട്? ഒരു പ്രത്യേക താല്പര്യം കൊണ്ട്. എന്ന പോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു തആല നേരിട്ടങ്ങ് മറുപടി പറയുന്നു. ആരോ പറയാറുണ്ട്, 5 എത്രയെന്ന് ചോദിച്ചപ്പോ 10 പത്തിരി എന്ന് പറഞ്ഞെന്ന്. ചോദിച്ചത് എന്തായിരുന്നു? 5 എത്രയെന്നാ ചോദിച്ചത്. ഇവൻ വിശന്ന അവശനായ വയറാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് 10 എന്ന് പറയാതെ 10 പത്തിരി എന്ന് പറഞ്ഞു. മനസ്സിലുള്ളത് അങ്ങ് നിർത്തിവെക്കാൻ കഴിയാതെ ആവേശഭരിതനായി അങ്ങ് പറഞ്ഞു പോവുക, അത് നിയന്ത്രണാതീതമാണല്ലോ. എന്ന പോലെ അല്ലാഹു തആലാക്ക് ചോദ്യത്തോടുള്ള താല്പര്യം കൊണ്ട് തങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹു തആല നേരിട്ടങ്ങ് പറയുകയാണ്. എന്തൊരു സന്തോഷം! അല്ലാഹു തആല ദുആ കാത്തിരിക്കുന്ന രംഗം ചോദിക്കാൻ. അല്ലാഹു യഗ്ലബു ഇൻ തറക്ത സുആലഹു വബ്നു ആദമ യഗ്ലബു ഹീന യുസ്അലു ലാ തസ്അലന്ന മിൻ ഇബ്നി ആദമ ഹാജതൻ വസലില്ലദി അബ്വാബുഹു ലാ തുഹ്ജബു. എല്ലയോ മനുഷ്യാദം സന്തതികളോടൊന്നും ചോദിച്ചു പോവരുത്. എത്ര ധർമ്മിഷ്ഠനാണെങ്കിലും, കോടീശ്വരനാണെങ്കിലും, മാന്യനാണെങ്കിലും ഒക്കെ എല്ലാം ശരിയാണ്. നന്നായി ഞാൻ ചിരിക്കും, നല്ല മുഖഭാവമാണ്, നല്ല പുഞ്ചിരിയാണ്. പക്ഷേ നിങ്ങൾ എന്നോട് ഒരു 16 രൂപ കടം ചോദിച്ചാ അപ്പ എന്റെ ചുരി എടുക്കോ പോകുന്നത് കാണാ. നിങ്ങൾ ഇന്നലെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തിരുന്നല്ലോ. 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങ് പറഞ്ഞ വാക്കുകളൊക്കെ കണ്ട് കേൾക്കണ്ടേ? എന്തൊരു രസ! അത് എന്റെ മാത്രം ശൈലിയല്ല, മനുഷ്യന്റെ ശൈലിയാണത്. ചോദിക്കുമ്പോഴാണ് തനിനിറ അറിയുക. ഇനി 1 or 2 തവണ കൊടുത്താലോ ഖിയാമത്ത് വരെ അത് ഞാൻ പറയും, മക്കളെ മക്കളും ഇങ്ങനെ പറയുന്ന പാട്ടായിരിക്കും. ഓപ്പൻ ബെൻസ് വണ്ടി പോണ്ട്, ഓനമ്മക്ക് അറിഞ്ഞൂടെ? ഓന്റെ ബാപ്പന്റെ ബാപ്പ ഗൾഫിൽ പോകാൻ എന്റെ വാപ്പന്റെ മറ്റോന്റെ ആള് അന്ന് 10 രൂപ കടം കൊടുത്തിട്ടല്ലേ അയാള് ഗൾഫിൽ പോയത്? ഏത് കാലത്ത് കൊടുത്തതാണ് അല്ലാഹു അഅലം. അങ്ങനെ പറയുന്ന ഓരോ പദങ്ങള് ഇവിടെ മനുഷ്യ സഹജമായി വാപ്പ എന്തിനേറെ പറയുന്നു. വാപ്പക്ക് സുഖമില്ലാതായ മക്കൾ അപ്പം ദ്വാരക്കാൻ വരും, വാപ്പന്റെ സൗക്കട് മാറാൻ ദ്വാരക്കടേ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വാപ്പക്ക് വരുമാനം കിട്ടുമ്പോ അതേ സ്ഥാനത്ത് മകൻ വാപ്പയെ നോക്കാൻ തുടങ്ങിയ ഉടനെ വാപ്പക്ക് സുഖമില്ലാതെ വന്നിട്ട് പറയും, ഈമാൻ സലാമത്താൻ ദ്വാരക്കണ്ടോ എന്ന് വാപ്പന്റെ. ഒരു വാപ്പയും ഇന്നേ വരെ മകന്റെ ഈമാൻ സലാമത്താകാൻ ദ്വാരക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. അത് മകൻ 30-40 കൊല്ലം കട്ടുമേ കിടന്നാലും അത്യാസന്ന നില നടന്നാലും വാപ്പ പറയല് മോന്റെ സൗക്കട് മാറാ ദ്വാരക്കണേന്നാ. എന്റെ വാപ്പ എനിക്ക് കാശ് തരുന്ന സമയത്ത് വാപ്പന്റെ സൗക്കട് മാറാൻ ഞാൻ ദ്വാരിപ്പിക്കും, ഞാൻ ചികിത്സ നടത്തും. വാപ്പ റിട്ടയർഡായി വാപ്പക്ക് ഞാൻ വരുമാനം കാശ് കൊടുക്കാൻ തുടങ്ങിയ വാപ്പക്ക് പനി വരുമ്പോഴേക്ക് ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് വാപ്പന്റെ ഹിമാ സലാമത്താകാ ദ്വാരക്കണേന്ന് പറയും. വാപ്പന്റെ വേഗം പൊയ്ക്കോട്ടെ. സ്വന്തം ബാപ്പയോടുള്ള അവസ്ഥയാണിത് പറയാൻ. ഡിസ്പോസബിൾ ഫാദർ, ഡിസ്പോസബിൾ മദർ. പ്രിയപ്പെട്ട സമൂഹമേ, ബേബി തൊട്ടിലുകളും വൃദ്ധസദനുകളും ഇന്ന് സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങൾ സമയം അനുവദിക്കുന്നില്ലല്ലോ. ഏതാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അല്പം സ്നേഹമുണ്ടെങ്കിൽ അതറിയാതെ തുളുമ്പിപ്പോകുക സ്വാഭാവികമാണ്. ഇവിടെയാണ് ഖുർആൻ മനുഷ്യരോട് ചോദിച്ചാൽ മനുഷ്യൻ ഗോപാകുലനാകും.
വല്ലതും കൊടുത്താൽ അത് എടുത്തു പറയും. എത്ര നന്ദി ചെയ്താലും അത് മതിയാവുകയില്ല. അതൊന്നോ രണ്ടോ തവണ കൊടുത്താൽ പിന്നീട് മൂന്നാമത് കൊടുക്കുകയില്ല. ഇത് മനുഷ്യ ശൈലിയാണെങ്കിൽ അള്ളാഹു അങ്ങനെയല്ല. മറിച്ച് അള്ളാഹുവിന്റെ ശൈലി ചോദിക്കും തോറും അള്ളാഹു തആലക്ക് ഇഷ്ടാണ്. നമ്മളെന്താ 23-ാം രാവ് ഇവിടെ മഖ്ദൂമിയയിലൊരു ദുആ, പിന്നെ 25-ാം രാവില് വേറെ സ്ഥലത്ത്, 27-ാം രാവില് മഅദിലൊരു ദുആ. എല്ലായിടത്തും ഇങ്ങനെ പോണം, എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കണം. ഇഷ്ടം പോലെ ചോദിക്കുമ്പോഴേക്ക് അള്ളാഹു തആലക്ക് വലിയ ഇഷ്ടാണ്, വലിയ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് റമദാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ചോദ്യങ്ങളാണ്. അത് ചോദിക്കുന്നത് you can do more when you just open your heart. إذا خرج من القلب إذا خرج من القلب وقع في القلب وإذا خرج من اللسان وقع في الأذن. നാക്ക് കൊണ്ട് പറഞ്ഞാൽ ശ്രോതാവിന്റെ കാതിലെത്തുകയുള്ളൂ. അതേ സ്ഥാനത്ത് ഹൃദയം കൊണ്ട് പറഞ്ഞാൽ ശ്രോതാവിന്റെ ഹൃദയത്തിൽ അത് തുളച്ചു കയറും. പറയുന്ന നാക്ക് കൊണ്ടാകാൻ പാടില്ല, മറിച്ച് എന്തോ ആകണം ചോദിക്കുന്നത്? ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഹൃദയം കൊണ്ട് ചോദിക്കട്ടെ. അപ്പോൾ അല്ലാഹു തആല നൽകുക തന്നെ ചെയ്യും. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഹൃദയം നിറഞ്ഞു ചോദിക്കട്ടെ. ഹൃദയം അറിയുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകും, ശബ്ദങ്ങൾ ഇടറും, മുഖഭാവം മാറും, എല്ലാം എല്ലാം മറന്നുപോകും. അല്ലാഹുവിനങ്ങ് ലയിച്ചു ചേരും. അപ്പുറത്ത് എന്ത് നടന്നാലും അതറിയില്ല. അങ്ങനത്തെ ഒരു മനോഭാവം നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അത് ആർക്കാണ്, എവിടെ നിന്നാണ്, എപ്പോഴാന്ന് പറയാൻ കഴിയില്ല. ആ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ചോദിക്കുന്നത്, അതിനാണ് അല്ലാഹു തആല ഉത്തരം നൽകുന്നത്. പറയാൻ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, സമയം അനുവദിക്കുന്നില്ല. നാളെ സ്വലാത്തു നഗറിൽ സുബഹി കഴിഞ്ഞ് 9 വർഷമായി നടന്നത് സ്കൂൾ ഓഫ് ഖുർആന്റെ അതൊരു സദസ്സാണ്. അവിടത്തേക്ക് എനിക്ക് എത്തേണ്ടത് കൊണ്ട് മഖ്ദൂമിയോടും സാരഥികളോടുമുള്ള ഈ പ്രസ്ഥാനത്തോട്, ഈ സംരംഭത്തോട് അതിരറ്റ സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ തിരക്ക് പിടിച്ച സമയത്ത് ഇവിടെ വന്നത്. ഞാൻ ഇപ്പോൾ സംസാരം ചുരുക്കുകയാണ്. അവസാനമായി ഞാൻ ഒന്ന് പറയട്ടെ. നിങ്ങൾക്കറിയാം, മലപ്പുറം മേൽമുറി സ്വലാത്തു നഗർ 14,800 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. പോളിടെക്നിക്കും ITIയും ആർട്സ് ആൻഡ് സയൻസ് കോളേജും സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ 110 ഏക്കറയിലാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1997 ജൂൺ 6 കേവലം 14 വർഷവും 2 മാസം മുമ്പാണ് മഅദിൻ തുടക്കം കുറിക്കുന്നത്. അന്ന് 9 സെന്റ് ഭൂമി, 2 സ്റ്റാഫുമാർ, 118 വിദ്യാർത്ഥികൾ, ഒരു ചെറിയ ദറസ്. ഇതാണ് കൃത്യം പറഞ്ഞാൽ 14 വർഷവും 2 മാസവും. ഇന്ന് ഡേറ്റ് എത്രയാണ്? 12, 6 ദിവസവും മുമ്പുള്ള ചിത്രം. ആ 9 സെന്റ് ഭൂമി അതിന്റെ 10 ഇരട്ടിയല്ല, 90 സെന്റ് അല്ല, 100 ഇരട്ടി 9 ഏക്കറയല്ല, 1000 ഇരട്ടി 90 ഏക്കറയല്ല, 1300 ഇരട്ടി 110 ഏക്കർ ഭൂമിയായി ഉയർന്നത് സർക്കാർ 1 സെന്റും പതിച്ചു നൽകിയതല്ല, ഭൂമാഫിയ വഖഫ് ചെയ്തതല്ല, എവിടെ നിന്നും പിടിച്ചെടുത്തതല്ല, അതേതെങ്കിലും മലയുടെ മുകൾ തരിശുഭൂമിയല്ല. മറിച്ച് 14-20 ലക്ഷം രൂപ വില, സെന്റിന് വില കിട്ടുന്ന മലപ്പുറം നാഷണൽ ഹൈവേയുടെ ഓരത്തുള്ള 20 ഏക്കർ ഭൂമി ഉൾപ്പെടെയുള്ള സ്ഥലം എല്ലാം ലോകത്തിന്റെ നാനാദിക്കുകൾ 14 വർഷങ്ങൾക്കുള്ളിൽ സ്വലാത്തിലേക്ക് നേർച്ചയാക്കി രോഗങ്ങൾ മാറി, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായി, ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് സന്തോഷം കൊണ്ട് നൽകിയ നേർച്ചകളാണ് 110 ഏക്കർ ഭൂമി. കേവലം 14 വർഷം ഭൂമി വാങ്ങുന്ന പരിപാടി മാത്രമല്ല,
118 വിദ്യാർത്ഥികള് 14,800 വിദ്യാർത്ഥികൾ ആ ക്യാമ്പസിൽ പഠിക്കുന്നത്. അവർക്ക് ബിൽഡിങ്, അവർക്ക് 865 സ്റ്റാഫുമാർ. ഇതെല്ലാം നടക്കുന്നത് എങ്ങനെ? ഒരൊറ്റ നേർച്ചകൾ, സംഭാവന, നേർച്ചയാക്കിയ ഫലം കണ്ടു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തെക്കൻ കേരളത്തിലൂടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിറഞ്ഞു നിന്നിരുന്ന വലിയൊരു വാഗ്മി പ്രാസംഗികനായിരുന്നു മഞ്ചേരി ഫാറൂഖ് പള്ളിയിലെ ഖതീബും ഇമാമുമായ സിയൻകുട്ടി മൗലവി. സ്വലാത്തിന് വന്ന് എന്നോട് പറഞ്ഞിരിക്കും 10 മിനിറ്റ് സംസാരിക്കാൻ അനുമതി നൽകണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ടൈമില്ലല്ലോ പടച്ചവനെ, 5:30 സ്വലാത്ത് തുടങ്ങി 9:30 സ്വലാത്ത് പിരിച്ചു വിടുന്ന ശൈലിയാണ് ഇപ്പോഴത്തെ ശൈലി. അങ്ങനെയാണ്. അതിൽ 1000 ജലാത്തിന്റെ ഇസ്മ അല്ലാഹ് എന്ന് പറയണം, തഹ്ലീൽ ചൊല്ലണം, യാസീൻ ഓതണം, എല്ലാവർക്കും ഭക്ഷണ വിതരണം ഉൾപ്പെടെ നടക്കണം. വീണ്ടും 2 മിനിറ്റ് എനിക്ക് പ്രസംഗിച്ചുകൂടെ? എന്റെ 11ാമത്തെ വയസ്സിൽ ഞാൻ മഹാനുഭാവന്റെ പ്രസംഗം കേൾക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ എനിക്ക് സാമാന്യ മര്യാദയുണ്ടല്ലോ അനുവദിക്കുക എന്ന്. ഞാൻ 2 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തപ്പോൾ ഉടനെ മുമ്പിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ റമദാൻ 9-ന്, കൃത്യമായി പറഞ്ഞാൽ റമദാൻ 2ാമത്തെ വെള്ളിയാഴ്ച 9-ന് നിലമ്പൂര് ടൗൺ ജുമാഅത്ത് പള്ളിയിൽ ജുമാ കഴിഞ്ഞ് ളുഹ്ർ തൊട്ട് അസർ വരെ ഞാൻ പ്രസംഗിച്ചു. ജുമാ കഴിഞ്ഞ് അസർ വരെ പ്രസംഗിച്ചു. അസറിന് ശേഷം ഞാൻ നിലമ്പൂർ ടൗണിലേക്ക് ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് കൈകാലുകൾ തളർന്ന് കുഴഞ്ഞ് വീണ് കൈകാലുകൾ നിശ്ചലമായി ഓട്ടോറിക്ഷ ഡ്രൈവർമാരെടുത്തു ആംബുലൻസിൽ പെരിന്തൽമണ്ണ സ്വകാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഓരോ ദിവസവും രോഗം മൂർജിച്ചു. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. അത്യാസന്ന നിലയിലാണ്, യാതൊരു രക്ഷയുമില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. 80 വയസ്സെത്തി. കഴിഞ്ഞ റമദാൻ 9 തൊട്ട് 27-ാം രാവ് വരെയും ഇതായിരുന്നു എന്റെ അവസ്ഥ. അന്ന് രാത്രി 3 മണി വരെയും ഡോക്ടർമാർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അപ്പോഴാണ് ഇവിടെ വെച്ച് സ്വലാത്ത് നഗറിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്. ആ നിമിഷം എനിക്ക് ദുആക്കഴിഞ്ഞ് അന്ന് സുബഹിയാകുമ്പോഴേക്ക് ഞാൻ കയറി പിടിച്ച് പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ബാത്റൂമിൽ പോയി. അന്ന് കയറി പിടിച്ച് ഞാൻ സുബഹി നിസ്കരിച്ചു. അന്ന് എന്റെ തീരുമാനമാണ്, ഇതെന്റെ രക്ഷ മുഴുവനും സ്വലാത്തിലെ ദുആ കൊണ്ടാണ്, മേൽമുറി സ്വലാത്തു നഗറിൽ ദുആ ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കടപ്പാടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്റർകോണ്ടിനെന്റ് UAE ഹോട്ടലിൽ ഇരിക്കുന്ന ലോബിയിലിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്, ഇപ്പോൾ വെളിയങ്കോട് താമസിക്കുന്ന ഫാറൂഖ് മുസ്ലിയാരാണ്. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒന്നും കഴിയാതെ വിഷമിച്ച് സ്വലാത്തിലേക്ക് നേർച്ചയാക്കി ഇപ്പോൾ സംസാരശേഷി തിരിച്ചു കിട്ടി സന്തോഷം കൊണ്ട് പറയാൻ എന്റെ അളിയനാണ് നടക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത് അവിടെയുണ്ട്. ഇപ്പോൾ സ്വലാത്ത് കൊണ്ട് ആശ്വാസമുണ്ട്. ഇതുപോലുള്ള 100 സംഭവങ്ങളാണ്. അത് ചോദിക്കാൻ മനസ്സ് നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട കരണ്ട കഷ്ണങ്ങളായ യുവാക്കളോട് അവസാനമായി പറയാനുള്ളത്, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. ചോദിക്കേണ്ട പോലെ ചോദിക്കുന്നവനിക്ക് അല്ലാഹു തആല നൽകുക തന്നെ ചെയ്യും. സാദാത്തുക്കളുണ്ട്, ഉലമാക്കളുണ്ട്, ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയവുമില്ല, ഇവിടെ ഒരു കക്ഷിത്വവുമില്ല, ഇവിടെ ആരോടും ഒരു വിദ്വേഷമില്ല, ഒരു വൈരാഗ്യവുമില്ല, ഇവിടെ ഭൗതിക ലക്ഷ്യങ്ങളൊന്നുമില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പാവപ്പെട്ട മുതഅല്ലിമീങ്ങളെ വാർത്തെടുത്ത് സമൂഹത്തിനും സമുദായത്തിനും കുടുംബത്തിനും ഉപകരിക്കുന്ന ഉത്തമ പൗരന്മാരാക്കി വളർത്തെടുക്കുക എന്നൊരു ലക്ഷ്യമല്ലാതെ, ഇഖ്ലാസ് അല്ലാതെ ഈ സ്ഥാപനത്തിന്റെ പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സാന്നിധ്യത്തോടുകൂടെയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ പാതിരാ സമയത്ത് ലാ ദുആ ഫീഹി ലാ മസ്മൂ വലാ ഖൈറ ഫീഹി ലാ മജ്മൂ വലാ ളൈറ ഫീഹി ലാ മദ്ഫൂ, എന്ത് ചോദിച്ചാലും റബ്ബ് നൽകാം, എല്ലാ നന്മകളും നിങ്ങൾക്ക് വാരിക്കോരി നൽകാം എന്ന് റബ്ബ് നേരിട്ട് പറയുന്ന സമയം ചോദിക്കുക. അല്ലാഹു തആല നൽകുമാറാവട്ടെ, നൽകുക തന്നെ ചെയ്യും. ദുഊഹു വഅൻതും മുഖിനൂന ബിൽ ഇജാബ, അല്ലാഹു ഇജാബത്ത് പ്രതീക്ഷ കൈമലർത്തുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ദുആ സ്വീകരിക്കാൻ എന്തെങ്കിലും ഒരു സദഖ അത് വളരെ നല്ലതാണ്. നമുക്കറിയാമല്ലോ, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം വസല്ലി ഫഇന്ന സ്വലാതക സകനുൽ ലഹും. അപ്പോഴേക്ക് ബിസിനസ് നമുക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നത്, അല്ലാഹു തആല
ഖുർആൻ നേരിട്ട് പറയുന്നതാണ്. നബിയെ സമൂഹത്തിൽ നിന്ന് തങ്ങൾ എന്തെങ്കിലും ഒരു സംഭാവന സ്വീകരിക്കുക, വസ്വല്ലി, എന്നിട്ട് തങ്ങൾ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുക, ഫൈന സ്വലാത്തക സകനുൽ ലഹും, അതുകൊണ്ട് തങ്ങളുടെ പ്രാർത്ഥനക്ക് വലിയ ഇജാബത്ത് ഉണ്ടാകും. ഇവിടെ നമ്മുടെ മഹത്തായ സ്ഥാപനം വളരെ കുറഞ്ഞ വർഷം കൊണ്ടല്ലേ പടുത്തുയർത്തിയത്. മാഷാ അല്ലാഹ്, ഇവിടെ കിട്ടുന്ന കാശുകൾ ഏത് രൂപത്തിൽ ചെലവഴിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഇന്നേ വരെ ആർക്കും ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ നൽകുന്ന സംഭാവനകൾ മാത്രമാണ്. ഇവിടെ കാണുന്ന ഓരോ ഷെഡുകൾ, ഓരോ ബിൽഡിംഗ് വർക്കുകൾ, അതാ കുറെ ബിൽഡിംഗ് വർക്കുകൾ നടക്കുന്നത്. ഇതിന് പ്രിയപ്പെട്ട ഫാറൂഖ് നഈമി, അദ്ദേഹത്തിന്റെ വയസ്സറിയാം, പ്രായമറിയാം, സാമ്പത്തിക ശേഷി അറിയാം, കോടീശ്വരനല്ല, ലക്ഷപ്രഭുവല്ല, അദ്ദേഹത്തിന് മറ്റൊരു തൊഴിൽ ലഭിക്കാത്തത് കൊണ്ടല്ല. ഇന്ന് ഏത് കോളേജിലും പ്രൊഫസറാകാനുള്ള ക്വാളിഫിക്കേഷൻ, ഏതെങ്കിലും സർക്കാർ ജോലിയിൽ എത്രയും ഈ ചാൻസുകളില്ലേ. പക്ഷെ അതെല്ലാം ഒഴിവാക്കി സമൂഹത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ സമൂഹം പിന്തുണ നൽകേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. അത് ഈ ഇളംപ്രായത്തിൽ ഇത്രയും അതിനു വേണ്ടി മാത്രം ഒഴിഞ്ഞു വെക്കുമ്പോൾ അവർക്ക് പ്രചോദനം നൽകുക നമ്മുടെ ബാധ്യത. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി തലാഅൻ അലൈക അൻത കമാ അത്നൈത ലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തറല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാതൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وسط الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أوصل اللهم ثواب ما صليناه وما قرأناه من القرآن العظيم إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح جميع الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وآله وأهل بيته وذريته وعترة إلى يوم الدين وأصحابه ساداتنا البدريين والأهديين والخندقيين والهنينيين والتبوكيين وخيبريين بقية الصحابة والقرابة وكافة أولياء الله تعالى خصوصا إلى حضرات أرواح ساداتنا البدريين رضوان الله تعالى عن كل واحد منهم بحقوقهم. ربنا ادخلنا برحمتك في عبادك الصالحين واجعلنا من ورثة جنة النعيم. يا رب يا الله يا نور يا الله يا حق يا الله. പരിശുദ്ധമായ റമദാനു ശരീഫാണ്. അതിന്റെ അവസാനത്തെ 23-ാം രാവ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവ്. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ, സാദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിമീങ്ങൾ, പാവപ്പെട്ട മുഅ്മിനാത്തുകൾ ഒന്നിച്ചതാ നിന്നിൽ ഇജാബത്ത് പ്രതീക്ഷയോടെ യാചിക്കുന്നു. റബ്ബേ, നീ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കരങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, ചോദിക്കൂ ഉത്തരം നൽകാം എന്ന് നിന്റെ പ്രഖ്യാപനമാണല്ലോ അല്ലാഹ്. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, വാഗ്ദത്തം ലംഘിക്കില്ലെന്ന് നീ ഞങ്ങളോട് പഠിപ്പിച്ചതാണ്, ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചതാണ് അല്ലാഹ്. പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ഈ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട്, ഖുർആനിന്റെ ഹുർമത്ത് കൊണ്ട്, അംബിയാക്കൾ ഔലിയാക്കളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഇവിടെ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ, തഹ്ലീലിന്റെ, സ്വലാത്തിന്റെ ജാഹ് ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ കൈകൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഇൽമിന്റെ മജ്ലിസ് സ്വർഗ്ഗീയ പൂങ്കാവനമാണെന്ന് ചോദിച്ചാലും നൽകാമെന്ന് പഠിപ്പിച്ച സ്ഥലമാണല്ലോ അല്ലാഹ്. ഇജാബത്ത് നൽകണേ യാ അല്ലാഹ്. യാ ഗഫൂർ യാ അല്ലാഹ്, യാ ഗഫാർ യാ അല്ലാഹ്, യാ റഹ്മാൻ യാ അല്ലാഹ്, യാ റഹീം യാ അല്ലാഹ്. ഞങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കള്, ഗുരുനാഥന്മാര്, മാർഗദർശികള്, മുൻഗാമികള്, ഞങ്ങളെ പിൻഗാമികള്, ഞങ്ങളെ ഗുണകാംക്ഷികൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഈ സ്ഥാപനം മഖ്ദൂമിയും ഖാദിസിയും ദാറുൽ മുസ്തഫയും ഞങ്ങളെ മഅദിനും മർക്കസും സഅദിയും മഖറും സറാജുൽ ഹുദയും ബൈത്തുൽ ഇസ്സയും ദാറുൽ ഫലാഹും ദാറുൽ അമാനും ദായിമംബഅുകൾ, ഖാദിസിയകൾ, അങ്ങനെ തുടങ്ങിയ ഈ കമിയെല്ലാ സ്ഥാപനങ്ങളെ പടുത്തുയർത്തിയ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, അവരിൽ ഞങ്ങൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അറിയാവുന്ന അല്ലാമുൽ ഗുയൂബായ അല്ലാഹ്, നീ മാപ്പാക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്. യാ ഗഫൂർ യാ അല്ലാഹ്, യാ ഗഫാർ യാ അല്ലാഹ്. അവരെ ഞങ്ങളും കഴിഞ്ഞുപോയ കാലങ്ങൾ എന്തെല്ലാം ന്യൂനതകൾ, കുറവുകൾ, പോരായ്മകൾ, എത്ര സബഉൽ മുബിഖാത്തുകൾ എന്തെല്ലാം വന്നു നിനക്കറിയാം അല്ലാഹ്.
എല്ലാറ്റും ഞങ്ങൾ ഖേദിക്കുന്നു അല്ലാ. നന്നാകാൻ ഇതാ തീരുമാനമെടുക്കുന്നു അല്ലാ. ഇനിമേലിൽ ഞങ്ങൾ അശ്ലീലങ്ങൾക്കില്ല, അനാശ്വാസ പ്രവർത്തനങ്ങൾക്കില്ല, ഹറാമുകൾക്കില്ല അല്ലാ. ചതിയോ വഞ്ചനയോ അക്രമോ അനീതിയോ ഇല്ല അല്ലാ. ഞങ്ങളെല്ലാ ഹറാമുകളും ഞങ്ങളിതാ വലിച്ചെറിയുന്നു അല്ലാ. എല്ലാ തിന്മകളും ഞങ്ങൾ മുക്തരാകുന്നു അല്ലാ. നിന്നോട് ഞങ്ങൾ പക്ഷാതാപിക്കുന്നു അല്ലാ. നസൂഹായ തൗബ ചെയ്യുന്നു യാ അല്ലാ. നീ മാപ്പാക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. വരും നിമിഷങ്ങൾ തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഖൽബ് ശുദ്ധീകരിക്കണേ അല്ലാ. ഖൈറ സ്വലാഹ് വറഅ തഖ്വയുടെ അഹ്ലുകാരാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ഖൽബിൽ നീ ശക്ക് നൽകല്ല അല്ലാ, ശിർക്ക് നൽകല്ല.